അന്നത്തെ കലയും ഇന്നത്തെ കലയുമായിട്ട് സാറിനൊന്ന് എൻ്റെ അനലൈസ് ചെയ്യാൻ പറ്റും? അത് ഒറ്റവാക്കി പറഞ്ഞാൽ അന്ന് ഓരോ കഥാപാത്രങ്ങളും സെപ്പറേറ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. ഹീറോ, വില്ലൻ, കൊമേഡിയൻ, അല്ലെങ്കിൽ മറ്റ് ക്യാരക്ടർ, ഓർഡർ ക്യാരക്ടർ, ഇങ്ങനെ പലതേ. ഇന്നതല്ല, ഇന്ന് എല്ലാ ക്യാരക്ടറും ഒന്നാണ്. ഹീറോ തന്നെ വില്ലൻ, വില്ലൻ തന്നെ ഹീറോ. അല്ല, നിങ്ങൾ നോക്ക്, ഹീറോയിട്ട് അഭിനയിക്കുന്ന ആൾ തന്നെ വില്ലൻ അഭിനയിക്കുന്ന ഹീറോയാണ്. ആ രീതിയിൽ ഇന്ന് പോണേ. മറ്റേ അങ്ങനെയല്ല. മറ്റേ ഓരോത്തിനും ഓരോ ഇൻഡിവിജ്വാലിറ്റി ഉണ്ടായിരുന്നു. ആ ഇൻഡിവിജ്വാലിറ്റി ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയാൻ പറ്റില്ല. ഇപ്പോഴത്തെ കാലത്തെ സിനിമ ഞാൻ കാണാറില്ലാത്തതുകൊണ്ട് എനിക്കതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല. ഒരു പക്ഷേ ഞാൻ എൻ്റെ അഭിപ്രായം തെറ്റായിരിക്കാം. പക്ഷേ അന്നിങ്ങനെയായിരുന്നു, ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ നടന്മാരെല്ലാം ബുദ്ധിമാന്മാരാണോ? അതും എനിക്ക് പറയാൻ നിവൃത്തിയില്ല. ബുദ്ധിയില്ല എല്ലാവരും. അങ്ങനെ ചോദിച്ചതെന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഇപ്പോഴെല്ലാവരും പണ്ട് സിനിമയിൽ അഭിനയിച്ച എല്ലാവരും ഇപ്പോഴും പഴയ പാവപ്പെട്ടവരും പഴയ. അതല്ല, ഇന്നത്തെ നടിയന്മാരെല്ലാം വിദ്യാസമ്പന്നരാ. അന്നധികം വിദ്യാഭ്യാസമില്ല. എസ് പി പിള്ളക്കൊക്കെ എന്ത് വിദ്യാഭ്യാസമുള്ളത്? എനിക്കെന്ത് വിദ്യാഭ്യാസമുള്ളത്? അല്പസ്വല്പം ഉണ്ടായിരുന്നത് സത്യനും നസീറിനും ഒക്കെയാണ്. മറ്റുള്ളവർക്കൊന്നും അത്യാവശ്യം വിദ്യാഭ്യാസം താരതമ്യേന കുറവായിരുന്നു, ഞാനടക്കം. പക്ഷെ ഇന്നങ്ങനല്ല. ഇന്നത്തെ എല്ലാം സ്കോളേഴ്സായിരുന്നുള്ളത്. എല്ലാം നല്ല വിദ്യാഭ്യാസമുള്ളത്, കോളേജ് വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. അപ്പോൾ പിന്നെ അവരെ ഒന്നും തോൽപ്പിക്കാനില്ല. പിന്നെ അവരുടെ ഭാഗ്യം എന്ന് വെച്ചാൽ സിനിമ എത്രമാനം വളർന്നു, നല്ല റെമ്യൂണറേഷൻ കിട്ടുന്നു, നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നു. അന്നതല്ലല്ലോ, അതൊന്നും ഇല്ലല്ലോ. ഇന്നിപ്പം ഓരോരുത്തർ പറയുന്ന ഹോട്ടലിൽ താമസിക്കും, പറയുന്ന ഭക്ഷണം കഴിക്കും, പറയുന്ന വണ്ടിയിൽ യാത്ര ചെയ്യും, അങ്ങനെയൊക്കെയല്ലേ. അന്നതല്ല. അന്ന് എല്ലാവരും ഒരു വണ്ടി, എല്ലാവരും കയറിയിരുന്ന് ഒരുമിച്ച് പോവുക, സ്റ്റുഡിയോ പോവുക, മേക്കപ്പ് ഇടുക, അഭിനയിക്കുക, ഭക്ഷണം കഴിക്കുക, തിരിച്ചു പോരുക. എല്ലാം ഒരുമിച്ചാണ്. എല്ലാം ഒരുമിച്ചായിരുന്നു. നമുക്കിന്നത് വേണമെന്നുള്ള അന്ന് നടക്കാറില്ല. ഞങ്ങളാരും അങ്ങനെ ആവശ്യപ്പെടാറില്ല. ഒരു ഇതിനെ പറ്റി കുറ്റവും പറയാറില്ല. അത് ഹീറോ നസീറടക്കം, അന്നത്തെ ഒരു പ്രധാന ആൾ നസീറാണല്ലോ. നസീറടക്കം ആരും ഒന്നും കുറ്റം പറയാറില്ല. നസീർ കുറ്റം പറഞ്ഞാലേ കൂടെ നിൽക്കാനുള്ളൂ. അയാളെ നല്ലതെന്ന് പറഞ്ഞപ്പോൾ നമ്മളെന്ത് ചെയ്യും? ഇന്നതല്ലല്ലോ. ഈ അടുത്ത കാലത്ത് കുറേ നടന്മാരായിട്ട് സാർ അഭിനയിച്ചിരുന്നു. സുരേഷ് ഗോപി, മറ്റുള്ളവരൊക്കെ. അതില്ല, സുരേഷ് ഗോപിയായിട്ട് കുറേ അധികം നാളായി അഭിനയിച്ചിട്ടുണ്ട്. കുറേ അധികം, പിന്നെ തിലകനായിട്ടും ഒക്കെ അഭിനയിച്ചു. എല്ലാം കുറേ കാലം മുമ്പാണ്. ഇപ്പോൾ ഒന്നും അങ്ങനെ കാര്യമായിട്ടില്ല. ഇല്ല. അപ്പം ഞാൻ ചോദിച്ചത്, പഴയ തലമുറയും പുതിയ തലമുറയിലെയും കുറേ പേരോട് സാറിനെ അഭിനയിച്ചു. സ്വാഭാവികമായിട്ട് സാറിനൊരു ഫീലിങ്സ് ഉണ്ടാവും അന്നത്തെ ഇന്നത്തെ. ഇല്ല, ഇന്നത്തെ നടന്മാരൊന്നും അത്ര മോശക്കാരല്ല. അവരെല്ലാം വിദ്യാസമ്പന്നരാണ്, നല്ല ചിന്തിക്കാൻ കഴിവുള്ളവരാണ്. ഭാവി സുരക്ഷിതമായിരിക്കണം എന്നൊരു ചിന്തയുണ്ട്. അതുകൊണ്ട് കണ്ടമാനം ജീവിച്ച് നശിപ്പിക്കുന്നില്ല, കിട്ടുന്ന കാശേ നശിപ്പിക്കുന്നില്ല. പണ്ടങ്ങനല്ല, പലരും നശിപ്പിച്ചിട്ടുണ്ട് കിട്ടുന്ന കാശ്. ഇപ്പോൾ തമിഴിലൊക്കെ പറഞ്ഞ ടി.ആർ. മഹാലിംഗം ഇങ്ങനെയുള്ള ആളൊക്കെ ഒരുപാട് പണങ്ങൾ കിട്ടുന്ന കാലത്ത് ഇപ്പോൾ ത്യാഗരായ ബഹാദൂരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള നശിപ്പിച്ച് അവരുടെ ജീവിതാവസാനം ദയനീയമായി തീർന്നു എന്നുള്ളതൊക്കെ കേട്ട് കേൾക്കും. ഇന്നങ്ങനെ വരുന്നില്ല. എല്ലാവരും നല്ല ബുദ്ധിപൂർവമായിട്ട് പെരുമാറുന്നുണ്ട്. കിട്ടുന്ന പൈസയൊക്കെ കളയാതെ ശരിക്കും ഇൻവെസ്റ്റ് ചെയ്ത് മാന്യമായ രീതിയിൽ ജീവിച്ചു വരുന്നെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിക്കുന്നു. ഈ സംഘടന വന്നതുകൊണ്ട് അയ്യോ, വളരെ ഗുണമുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ഗുണം. ഈ സംഘടന വന്നതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും ഒരു കൈനീട്ടം കിട്ടുന്നുണ്ടോ? കൈനീട്ടം എന്നാണ് പറയുന്നത്, പെൻഷന്. അത് കിട്ടുന്നുണ്ടല്ലോ. അത് വലിയ ഉപകാരമല്ലേ. അതുകൊണ്ട് സംഘടന ഉള്ളതുകൊണ്ട് ആർട്ടിസ്റ്റുകളുടെ പിന്നെ ബുദ്ധിമുട്ടുകളും ദുഃഖമൊക്കെ പരിഹരിക്കാൻ ഒരു ആശ്രയസ്ഥാനമാണല്ലോ ഈ സംഘടന. നമുക്കിന്ന് പറയാനൊരു സ്ഥാനമുണ്ടല്ലോ. മറ്റേ ആരോട് പറയാനാ? പണ്ടങ്ങനെ ഒരു സ്ഥാനം ഇല്ലല്ലോ. അപ്പം അത് വളരെ നന്നായി എന്ന് പറയാം. വിവാദങ്ങളിലേക്ക് പോകണ്ടെങ്കിലും ഈ കലാകാരന്മാർ തമ്മിൽ വേദിയിൽ അല്ലെങ്കിൽ പരസ്യമായിട്ട് തല്ലുപിടിക്കുന്നത് അല്ലെങ്കിൽ വാഗ്വാദത്തിൽ ഏർപ്പെടുന്നത് ശരിയാണ്? അത് നല്ലതല്ല എന്ന് വേണം പറയാൻ. പക്ഷേ അത് ലോകത്തിൽ പണ്ടുപോലെ ഉള്ളതായത് നമുക്ക് പെട്ടെന്ന് വിചാരിച്ചാൽ അത് നിർത്താനൊന്നും സാധിക്കില്ല. പിന്നെ ഉപദേശം കൊടുക്കാൻ ഞാൻ ആരുമല്ലല്ലോ. ഉപദേശം കൊടുക്കാൻ എളുപ്പമാണ്, അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പ്രയാസമാണ്. ഈ ഉപദേശിക്കാൻ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഉപദേശിക്കാൻ വലിയ കഴിവാണ്. പക്ഷെ അവനവൻ്റെ കാര്യം വരുമ്പോൾ ഈ ഉപദേശമൊക്കെ മറന്നു പോകും.
സാർ ഈ മലയാള ഭാഷയിലല്ലാതെ വേറെ ഏതെങ്കിലും ഭാഷയിൽ അഭിനയിച്ചിട്ടുണ്ട്? തമിഴിൽ അഭിനയിച്ചിട്ടുണ്ട്. തമിഴിൽ അഭിനയിച്ചിട്ടുണ്ട്. അതേം പടം ആരെക്കൂടിയൊക്കെ ചെയ്തിരിക്കുന്നത്? അത് അതും സാറിൻ്റെ സെയിം വേഷം തന്നെയായിരുന്നു? അതെ വേഷം തന്നെയായിരുന്നു. ഇപ്പോൾ തമിഴ് എംജിആറിൻ്റെ കൂടെ ഒന്നും ചെയ്തു. പിന്നെ മലർഹളയ മലരങ്ങൾ എന്നൊരു പടം വിജയൻ്റെ കൂടെ ചെയ്തു. ശിവാജിയുടെ കൂടെ ചെയ്തിട്ടില്ല. അങ്ങനെ തമിഴിൽ സിനിമ നിർമ്മാണം വല്ലതും ചെയ്തിട്ടുണ്ട്? ഞാൻ ചെയ്തില്ല, മക്കൾ ചെയ്തു. കൂടെ ഇവിടെ ചെയ്ത ഉപഹാരം ഒക്കെ അവർ ചെയ്ത പടങ്ങളാണ്. നന്നായിട്ട് പോയി പടങ്ങൾ. പക്ഷേ ആ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോയില്ല, സാധിച്ചില്ല എന്നേ ഉള്ളൂ. പിന്നെ അവർ വേറെ ലൈനിൽ തിരിഞ്ഞു പോയി. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നന്നായിരിക്കുന്നു. എന്നാലും അങ്ങനെ മുന്നോട്ട് പോകാൻ വേറെ അങ്ങനെ പോകാത്തിൽ വിഷമം തോന്നുന്നുണ്ട് സാർ? ഫീൽഡിൽ തന്നെ ഒന്നുമില്ല. ആരും അങ്ങനെ വലിയ കോടീശ്വരന്മാരാണോ ലക്ഷപ്രഭുക്കളാണോ എന്ന് എനിക്ക് ആഗ്രഹമില്ല. എല്ലാവരും ഒരുമാതിരി ന്യായമായ രീതിയിൽ അന്നുള്ള ആഹാരം കഴിച്ച് മാന്യമായി മറ്റുള്ളവർ ഉപദ്രവിക്കാതെ ജീവിച്ച് കാണണം എന്ന ആഗ്രഹം എനിക്കുള്ളൂ. അത് ഒത്തിരി കൂടുതലും ഒത്തിരി കുറവും വന്നാൽ ശരിയാകില്ല. ഒത്തിരി കൂടുതൽ വന്നാൽ മനുഷ്യൻ അഹങ്കരിക്കും. ഒത്തിരി കുറവ് വന്നാൽ മനുഷ്യൻ ഭിക്ഷയാചിക്കാൻ പോകും, അല്ലെ മോഷിക്കാൻ പോകും. അപ്പം ഈ രണ്ട് നിലയിലും വരാതെ ഒരു മിഡിൽ വേയിൽ നിർത്തിയാൽ കൊള്ളാം എന്നാണ് ദൈവത്തോട് പ്രാർത്ഥന. അതിൽ കഴിഞ്ഞ പ്രാർത്ഥനയൊന്നുമില്ല. ഇത് ചോദിക്കാൻ കാരണം വെച്ചാൽ അന്ന് സാറിൻ്റെ കാലഘട്ടത്തിൽ അഭിനയിച്ചിരിക്കുന്ന നടന്മാരെല്ലാവരും അവരുടെ മക്കൾ സെയിം ഒരു ആർട്ടിസ്റ്റായിട്ട് തന്നെ നിലവിൽ വന്നിട്ടുണ്ട്. ചിലർ തിരിച്ചു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ സാറിൻ്റെ മക്കൾ ഈ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പിടിച്ചതല്ലാണ്ട് അഭിനയത്തിന് രംഗത്തേക്ക് വരാത്തതിൽ വരാത്തതിൽ ഒരു കുണ്ഠിതവും എനിക്കില്ല. അത് ഓരോരുത്തരുടെ ഭാഗ്യം, ഓരോരുത്തരുടെ മനോഭാവം ആ രീതിയിലേ വരുള്ളൂ. ഓരോരുത്തരുടെ താല്പര്യം. ഞാൻ ഈ ബിസിനസ് ചെയ്തുകൊണ്ട് പിള്ളേർക്കും ബിസിനസ്സിനോട് താല്പര്യം വന്നു. അവരതിൽ പോയതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. അതിൽ നന്നായി വന്നാൽ മതി, അത്രയേ ഉള്ളൂ. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ സാറ് പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കാന്നുള്ളതല്ലാതെ വേറെ ഒന്നും വായിക്കാനൊന്നും പറ്റുകയല്ലോ. ഒരു പത്രം എടുത്ത് വായിക്കാനോ ഒന്നും പറ്റുകയില്ല. പിന്നെ ആരുമായിട്ടും വലിയ ബന്ധങ്ങളില്ല ഇപ്പോഴും. അതിൽ കുറവായിട്ട് കാണുന്നത് എന്താ കാരണം? അത് ആർക്കും എല്ലാവരും തിരക്കായതുകൊണ്ടാണ്? അല്ല, അതുകൊണ്ടല്ല. അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഔട്ട് ഓഫ് മൈൻഡ് ഔട്ട് ഓഫ് സൈറ്റ് ആയിപ്പോയി. അതുകൊണ്ട് വലിയ കുണ്ഠിതമൊന്നുമില്ല. പിന്നെ ദൈവം ഇങ്ങനെയൊരു ചുറ്റുപാട് തന്നിരിക്കുന്നു. അതെന്താണെന്ന് ഇപ്പം ദൈവത്തോട് ചോദിക്കാൻ ഞാനാണ്. സാറിൻ്റെ മനസ്സിലുണ്ട ഒരു അന്ന് അഭിനയിച്ച ചെറുപ്പത്തിൽ 60കളിലും 70കളിലൊക്കെ അഭിനയിച്ചിരുന്ന ഇപ്പം മനസ്സിലുള്ള കാറുണ്ട്. അവിടം വരെ സാർ എത്തിയിരുന്നു ഒരു സങ്കല്പത്തിനത്രയും സാറ്? അങ്ങനെ കലയെന്ന നിലക്ക്, സാമ്പത്തികം എന്നല്ല, കലയെന്ന നിലക്ക് അങ്ങനെയൊന്നും ആലോചിക്കാറില്ല. അതാ ദിവസം ദൈവം തരുന്നത് അതാ ദിവസം സന്തോഷമാണ് സ്വീകരിക്കുക, ദൈവത്തിന് നന്ദി പറയുക. അതിലപ്പുറമൊന്നും. കാരണം കഴിഞ്ഞ കാലത്തെ പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം തിരിച്ചു പിടിക്കാൻ ഒക്കുകയില്ല. വരാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് അറിയാൻ മേല. പക്ഷെ ഇപ്പോൾ ഉള്ളത് ഇന്നുള്ളതാണ് നമ്മളത്. ഇന്നെന്നുള്ളത് നമ്മുടേതാണ്. ഇന്നലെ നമ്മുടെ അല്ല, നാളെ നമ്മുടെ അല്ല. ഇന്നെന്ന് പറയുന്ന ആ സമയമുണ്ടല്ലോ, അത് നമ്മുടേതാണ്. ആ സമയം നോക്കിയാൽ മതി. അതേ ഞാൻ നോക്കാറുള്ളൂ. കഴിഞ്ഞൊന്നും നോക്കാറില്ല, വരാൻ പോകുന്നതും നോക്കാറില്ല.